130 ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് വരികയാണ്. അത് നിലവിൽ വരുന്നു. അതിൻ്റെ ബില്ല് വരുന്നു. പക്ഷേ ആ ബില്ലിനെതിരെ ശക്തമായ എതിർപ്പുമുണ്ട് പ്രതിപക്ഷത്തിൻ്റെ. ബില്ല് നല്ല രസമുള്ള ബില്ലാണ്. മന്ത്രിസ്ഥാനം വരെ തെറിക്കുന്ന, MLA സ്ഥാനം വരെ തെറിക്കുന്ന ഒരു വിഷയമാണത്. ജയിലിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാൽ കൃത്യമായി മന്ത്രിസ്ഥാനവും തെറിക്കും, അതുപോലെ MLA സ്ഥാനവും തെറിക്കും. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തെ കൗൺസിലർ കാപ്പ കേസിൽ ജയിലിൽ കിടക്കുകയാണ് സുഗതൻ. പക്ഷേ കൗൺസിലർ സ്ഥാനം തെറിക്കില്ല. ഈ നിയമമൊക്കെ വന്നാൽ കൗൺസിലർമാർക്ക് അതുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ എന്തായാലും MLA മാരുടെ കാര്യവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ കാര്യത്തിലും 8ൻ്റെ പണി കിട്ടും. 5 വർഷമെങ്കിലും തടവിൽ വയ്ക്കാവുന്ന ഗുരുതര കുറ്റങ്ങളിൽ ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ആ ജനപ്രതിനിധിയിൽ സുഗതനെ പോലെയുള്ള ആളുകൾ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരായി രാജൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് ഇറങ്ങിയതിന് ശേഷം പിന്നെ കേസുമായിട്ട് കിടക്കുന്നു. MLA ആണ്, തലശ്ശേരി MLA ആണ്. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിയാണെങ്കിൽ കറക്റ്റ് 30 ദിവസം ജയിലിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആണെങ്കിൽ ജയിലിൽ 31 ദിവസം സ്വാഭാവികമായി പദവി നഷ്ടപ്പെടും. 30 ദിവസം കിടന്നാൽ മതി, നഷ്ടപ്പെടുത്തേണ്ടാലും 31 ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് പദവി നഷ്ടപ്പെടും. മന്ത്രിമാരുടെ കാര്യത്തിൽ മന്ത്രിമാരെ പദവിയിൽ നീക്കാൻ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ശുപാർശ ചെയ്യാം. മറ്റേതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തീരും. മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയാണെങ്കിൽ 31 ദിവസം ഓട്ടോമാറ്റിക്കാൻ കഴിയും. പിന്നെ ആരും അവരെ പുറത്താക്കണ്ട. അതേസമയം മന്ത്രിമാരുടെ കാര്യത്തിൽ 31 ദിവസം ആകുമ്പോൾ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കോ ശുപാർശ ചെയ്യാം, ഇവരെ തട്ടിക്കളയണം എന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രിയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് ശുപാർശ ചെയ്യാം, സംസ്ഥാന മന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ശുപാർശ ചെയ്യാം. പ്രതിപക്ഷം ഇതിനകത്ത് പറയുന്നൊരു ആശങ്ക, രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അട്ടിമറിക്കാനും ഈ നിയമം ദുരുപയോഗം ചെയ്തേക്കാം. പക്ഷെ അപ്പോഴും അഴിമതി നടത്താലല്ലേ ഈ പ്രശ്നമുള്ളൂ, ജയിലിൽ അടച്ചാലല്ലേ ഈ പ്രശ്നമുള്ളൂ. അപ്പോൾ പറയുന്ന കാര്യം, ആരെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടപ്പിച്ചതിന് ശേഷം, ഇപ്പോൾ മമതാ ബാനർജി ഉണ്ട്, ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, മമതാ ബാനർജി ഉണ്ട്, അല്ലെങ്കിൽ ശിവകുമാറുണ്ട് കർണാടകത്തിലെ, അങ്ങനെ ഓരോ സംസ്ഥാനത്ത് ഓരോ മുഖ്യമന്ത്രിമാരുണ്ടല്ലോ, പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രിയാണ്. അവരെ വേണമെങ്കിൽ കേസിൽ കുരുക്കി 5 വർഷത്തിനകത്തുള്ള കേസിൽ കുരുക്കി 30 ദിവസം ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പോയില്ലേ. അങ്ങനെ ചെയ്യാം എന്ന് BJP ആണ്, അങ്ങനെയും ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. ജൂലൈ 17 ചേരുന്ന JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷത്തിൻ്റെ വിയോജനക്കുറിപ്പോടെ ബില്ലിന് അംഗീകാരം ലഭിക്കും. അപ്പോൾ ജൂലൈ 17 ചേരുന്ന ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷത്തിന് വിയോജനക്കുറിപ്പുണ്ടെങ്കിലും ആ വിയോജനക്കുറിപ്പോട് കൂടി 130 ഭരണഘടനാ ഭേദഗതി രാജ്യത്ത് നിലവിൽ വരും. അങ്ങനെ വന്നാൽ 30 ദിവസത്തിനപ്പുറം ജയിലിൽ കിടന്നാൽ കൃത്യമായി ഇത് പോകും. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, ഗുരുതരമായ കുറ്റകൃത്യം ഉൾപ്പെടുന്ന ജനപ്രതിനിധികൾക്കെതിരെ കർശന നടപടി ഉറപ്പാക്കുന്നതാണ് ഈ ബില്ല്. 5 വർഷമെങ്കിലും തടവിൽ ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കേസിൽ ഉൾപ്പെടുന്ന അറസ്റ്റിലാകുന്ന ഒരു ജനപ്രതിനിധി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ അവരുടെ മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു സംസ്ഥാന മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ അവരെ പദവിയിൽ നീക്കാൻ യഥാക്രമം മുഖ്യമന്ത്രിക്കോ, നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്കോ ശുപാർശ ചെയ്യാം. പ്രധാനമന്ത്രിയുടെ മുഖ്യമന്ത്രി കാര്യത്തിലാണെങ്കിൽ 31 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ആരും ശുപാർശ ചെയ്യേണ്ട കാര്യമില്ല. എത്ര വലിയ സ്ഥാനത്തിരുന്നാലും അഴിമതി നടത്തുകയാണെങ്കിലോ ക്രിമിനൽ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ തലകുണിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഗുണം. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് മികച്ചതാണെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ അജണ്ട ഉണ്ട്. ഇത് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ചേർത്ത് വായിക്കുമ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയത്തിൽ അകത്തിട്ടതുപോലെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറൻ ജയിലിലായതും നാം കണ്ടതാണ്. ഇത്തരത്തിൽ പല പ്രതിപക്ഷ നേതാക്കളും സമാനമായി ജയിലിൽ കിടന്ന സാഹചര്യം. ഈ നിയമം പാസ്സായാൽ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി വെറും 30 ദിവസം ജയിലിലടച്ചാൽ മാത്രം മതി. കോടതിയിൽ കുറ്റം തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അവരുടെ ഭരണഘടനാ പദവികൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും പ്രതിപക്ഷ സർക്കാരുകളെയും പ്രതിപക്ഷ നേതാക്കളെയും ഒക്കെ നശിപ്പിക്കാനെന്നുള്ളതാണ്. എന്നാൽ JPC യോഗത്തിലാണ് ഇതിൽ തീരുമാനമുണ്ടാകാൻ പോവുക. ലോക്സഭയിലെ തുടർന്നാണ് വിശദമായ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടത്. ജൂൺ 17 നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു ചേരുന്ന യോഗത്തിൽ വെച്ച് ഇതിന് അംഗീകാരം ലഭിക്കും. എന്നാൽ JPCയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ബില്ലിനെതിരെ ശക്തമായ ഡിസന്റ് നോട്ട് എഴുതാനും സാധ്യതയുണ്ട്. ഈ വിയോജനക്കുറിപ്പോടെ തന്നെയായിരിക്കും ബില്ലിന് അംഗീകാരം നൽകാനും ഭൂരിപക്ഷം ആർക്കുണ്ട്, ഭരണകക്ഷിക്കുണ്ട്. ഈ വർഷകാല സമ്മേളനത്തിൽ വീണ്ടും സഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കി എടുക്കാനാണ് നോക്കുന്നത്. ഒരു വശത്ത് ക്രിമിനലുകളെയൊക്കെ അധികാരത്തിൽ നിന്ന് മാറ്റാമെന്ന് പറയുമ്പോൾ മറുവശത്ത് ഈ ഒരു അപകടവുമുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ജയിലിൽ പോകും. ആര് ജയിലിൽ പോകും എന്ന് ചോദിച്ചാൽ ഈ തെറ്റ് ചെയ്യുന്നവർ ജയിലിൽ പോകും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത.